ഹലോ ഗേസ്, ജാസ്മിൻ ബേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് രാത്രിയിലേക്ക് പോകുന്ന രാത്രി ഗ്യാസ് ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് ചായയും കഴിക്കണം. അപ്പം വിശക്കുന്നത്. അപ്പം ഞാൻ സ്നാക്സും ചായ കഴിക്കുന്നത് കേട്ടോ. ക്ഷമയത്ത് പൊറോട്ടയും മുട്ടക്കറിയാണ്. അപ്പം ഹോട്ടലിൽ എന്തായാലും കുറഞ്ഞാൽ പുറത്ത് പോയിട്ട് കഴിക്കുന്നതല്ലോ. അങ്ങനെ ഞാൻ പോകുന്നത് കേട്ടോ. അപ്പം സ്നാക്സ് എന്ന് വെച്ചാൽ നോക്കാൻ പോയിട്ടുണ്ട്. ക്ഷണിച്ചെന്തും നമുക്ക് നോക്കാം. ഹോട്ടൽ നല്ല വൃത്തിയിലും മറ്റുള്ളവരും കൊണ്ട് മാത്രമാണ് അത് കയറി കേട്ടോ. പെരുമ്പയിലാണ് ഹോട്ടൽ. അപ്പോൾ ക്ഷമിച്ചാൽ മുട്ടക്കറിയും പൊറോട്ടയും വന്നു. പക്ഷേ കറി പോരാട്ടാ. ഇങ്ങനെ പൊടിച്ച് വരുന്ന തലേന്നലത്തെ കൊണ്ട് കറിയും തോന്നി. ഞാൻ വാങ്ങിയത് ഉള്ളിവട, പഴം പൊരിച്ചത്, ബ്രെഡ് വെച്ചത്. പക്ഷേ ബ്രെഡ് വെച്ചും പഴം പൊരിച്ച് മോശമില്ല. ഉള്ളിവടയും അതും എന്തോ ഒരു സ്മെല്ല് വരുന്നത് ഇഷ്ടപ്പെടുത്തില്ല എനിക്ക്. കഴിച്ചല്ല. ചായ നല്ല ചായ കേട്ടോ. ലൈറ്റ് ചായയാണ് ഞാൻ കഴിക്കുന്നത്. അപ്പം അതും കഴിച്ചിട്ട് നേരെ ഗ്യാസ് ഓഫീസിലേക്കാണ് ഞങ്ങൾ പോകേണ്ടത്. അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ചായ നല്ല സൂപ്പർ ചായ ആയിരുന്നു. മറ്റേ പലഹാരങ്ങൾ മോശമായാലും ചായ നല്ല സൂപ്പറാണ് കേട്ടോ. അവിടെ നിന്ന് ചായയും കുടിച്ചിട്ട് അവിടെ നിന്ന് 80 രൂപേൻ്റെ ഓട്ടോ ഉണ്ട് കേട്ടോ. വരുമ്പോഴേന് അങ്ങനെ റിക്ഷയാക്കിയിട്ട് പോകുന്നുണ്ട്. ബസ്സിൽ നിന്നിട്ട് നല്ല പച്ചരായെങ്കിൽ വേറെ ബൈക്കായാലും നല്ല ദൂരം ഉണ്ടാവും. ഇതിലായെങ്കിൽ നമുക്ക് കുറച്ച് ടൈം എടുക്കുന്നില്ല കേട്ടോ. 50 രൂപേൻ്റെ ഇതാണ്. ടൗണിൽ നിന്ന് ഉള്ളോട്ടുള്ള ഒരു ഇടവഴിയാണ് കേട്ടോ ഇത്. ഞാൻ പോയിക്കോണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഗ്യാസ് ഓഫീസ് എന്ന് വെച്ചാൽ ചെറിയൊരു സ്ഥലത്തുള്ളൊരു ഇതാണ് കേട്ടോ. ഗോഡൗണിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അവിടെ നിന്ന് പറഞ്ഞു പോയിട്ട് ഗോഡൗണിൽ നിന്ന് നേരെ പാലോട്ടുള്ള റോഡാണ് കേട്ടോ. ഗോഡൗണിൽ പെട്ടെന്ന് ആയിന് അടുത്തിറക്കൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പോകുന്നത് കേട്ടോ. പക്ഷേ രാവിലെ 10 മണിക്ക് പോയതാണെന്ന് ബസ്സിന്. പക്ഷെ 2-3 മണിയാകുമ്പോൾ വീട്ടിലേക്ക് എത്തിയില്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെ ചോറും കഴിച്ചിട്ട് വരാമെന്നില്ല ട്രെയിനിൽ തന്നെ പറഞ്ഞതാണ്. ഗ്യാസ് ഓഫീസ് എത്തിയിട്ട് അവിടെ നിന്ന് ഫോമെല്ലാം പൂരിപ്പിച്ചിട്ട് നേരെ നീലേശ്വരത്തേക്കും പോകണം കേട്ടോ. നീലേശ്വരം ആ കടലാസം കൊണ്ട് നീലേശ്വരത്തേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞു. അതെല്ലാം എത്തിച്ചിട്ട് തന്നെ നിങ്ങൾ വന്നതാണ്. അപ്പം ഗ്യാസ് ഓഫീസ് നിങ്ങൾക്ക് കാണിച്ചിട്ടായിട്ട് ഇത് പോകുന്ന വയ്യന്നാ. അങ്ങനെ ഗ്യാസ് ഓഫീസിന് ബോർഡ് കണ്ടില്ലേ? ബോർഡ് കാണുമ്പോൾ സംഭവമാണ് കേട്ടോ. അവിടെ നിന്ന് 80 രൂപയാണ് വാങ്ങിയത് കേട്ടോ. നല്ല ഓട്ടോ ഉണ്ട്. ബസ് കഴിഞ്ഞിട്ടും 50 രൂപേൻ്റെ ഓട്ടോ ഉണ്ട് യാത്ര ഗ്യാസ് ഓഫീസിലേക്ക്. പക്ഷേ ഗ്യാസ് ഓഫീസിൽ മാറ്റിയാൽ ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല കേട്ടോ. ആ ബുക്കിൽ വാങ്ങിയിട്ടില്ല. വേറെ ആളെ ബുക്കിൽ തന്നെ വാങ്ങിക്കൊണ്ടെന്നുകൊണ്ട് ഞാൻ ഗ്യാസ് ഓഫീസ് എത്തി. അവിടെ നിന്ന് റിക്ഷനെ വിട്ടിട്ട് ഞങ്ങൾ എല്ലാം ശരിയാക്കിയിട്ട് വേറെ റിക്ഷയ്ക്ക് വരാറുണ്ടാകുന്നു. പക്ഷെ 10 മിനിറ്റിലായിട്ടോ. അല്ലെങ്കിൽ റിക്ഷനെ ആടെ നിർത്തിച്ചാൽ മതിയെന്നും ഞങ്ങളറിയില്ല. പക്ഷേ ആടെ തിരക്കൊന്നും ഉണ്ടായിട്ടായിരുന്നു. എന്നിട്ട് നല്ല കാലാവസ്ഥ. വഴിയിൽ നിന്ന് നമുക്ക് മഴ കിട്ടി കേട്ടോ. വരുമ്പോഴാണ് മഴ കിട്ടിയത്. വീടെല്ലാം കണ്ട അങ്ങോട്ടുള്ള വീടെല്ലാം നല്ല സൂപ്പർ വീടാണ്. പക്ഷെ എനിക്ക് ചെറുപുഴയിൽ നിന്ന് നല്ല ദൂരമുണ്ട്. പക്ഷേ ഇവിടുന്ന് അത്ര ദൂരം കണ്ടിട്ടില്ല കേട്ടോ. വൈകുന്നേരം ഇങ്ങോട്ട് ഇതാണ് ഗ്യാസ് ഓഫീസ് കേട്ടോ. ചെറിയൊരു സാധാരണ ഒരു ഷോറൂം. ഇത് എന്താ പറയുക, ചെറിയ സ്ഥലത്താണ് കേട്ടോ. പിന്നെ ഗ്യാസ് ഓഫീസിൽ എത്തിയിട്ട് നേരെ ഞങ്ങൾ ഗ്യാസ് ഓഫീസിൽ നിന്നെല്ലാം മടങ്ങിയിട്ട് നേരെ കാഞ്ഞങ്ങാട് വണ്ടിക്ക് തന്നെ കയറി നീലേശ്വരത്തുനിന്ന് ഇതാണ് ഗ്യാസ് ഓഫീസ് കേട്ടോ. ഗ്യാസ് ഓഫീസിൽ റിക്ഷ കയറിയിട്ട് നേരെ ഗ്യാസ് ഓഫീസിൽ നല്ല ശരിയാക്കിയിട്ട് പോകുന്നത്. നേരെ നമുക്ക് കാഞ്ഞങ്ങാട് ബസ്സിന് കയറിയിട്ട് നേരെ പരിപ്പ് വടൻ്റെ ഫുഡ് ഉണ്ടാക്കുന്ന ഹോട്ടലുണ്ട്. നല്ല അവിടെ നിന്ന് ഞാൻ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. ചോറ് കഴിക്കുന്നത്. അപ്പോൾ ചോറിന് 80 രൂപയാണ് വില വരുന്നത്. 80 രൂപ കൊടുത്താൽ നഷ്ടമില്ല കേട്ടോ. ആദ്യം വെള്ളം, പിന്നെ അച്ചാർ എല്ലാം കൂടി. മീനൊന്നുമില്ല, പക്ഷെ നല്ല സദ്യയാണ് കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്. പായസമൊക്കെ ഞാൻ കുടിച്ചു കേട്ടോ. ക്ഷമിച്ച കപ്പയും ചായയും കുടിച്ചു. ഞാൻ ചോറ് കഴിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് ചോറ് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അച്ചാർ, തേങ്ങ ചമ്മന്തി എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഇതാണ്. വറവ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാം കഴിച്ചിട്ട് ലാസ്റ്റ് ഇല അടക്ക വടിച്ച് കഴിക്കുന്നത് ഇടയ്ക്ക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ക്ഷമിച്ച് പറഞ്ഞു ഫുള്ള് കഴിക്കണം ഇല്ലെങ്കിൽ ഇതാവും എന്നെല്ലാം പറയുന്നതായിട്ട് ഞാൻ ഫുള്ള് കഴിച്ചു കേട്ടോ. കഴിക്കാൻ കഴിയുന്നില്ല, എന്നാലും കഴിച്ചു. എന്താ പറയുക, കുറവരിൻ്റെ നല്ല ചോറ് കേട്ടോ. ചോറും ഇഷ്ടപ്പെട്ടു. അങ്ങനെ പായസം എല്ലാം ഇഷ്ടപ്പെട്ടു. സാമ്പാർ മാത്രമേ ഉള്ളൂ കേട്ടോ. കറിയായിട്ട് ഗ്രേവിയായിട്ട് സാമ്പാർ മാത്രമേ ഉള്ളൂ. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. പപ്പടം, പിന്നെ പെരക്ക്,
അവിടെ വെച്ചിരിക്കുന്ന രസമാണ് കേട്ടോ. ഇത് ലാസ്റ്റ് പായസം കൊടുത്തിട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ കഴിക്കണം. ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത് ഞാൻ പായസം വെച്ചിട്ട്. അത് നല്ല ടേസ്റ്റ് കുറവേരിൻ്റെ തന്നെ പായസമാണ് കേട്ടോ. നീലശ്വരത്തേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ അടുത്തേക്ക് കയറിക്കോട്ടെ. നല്ല ഫുഡാണ്. എന്താ പറയുക, സ്നാക്സിൽ ഇങ്ങനെ നിരത്തി വെച്ച് കാണുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. 50 രൂപ കൊടുത്താലും നമുക്ക് നഷ്ടമില്ല. പക്ഷെ നല്ല ഫുഡാണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ ഞങ്ങൾ പോകുന്നത് മൊബൈൽ ഷോപ്പിലേക്ക് കേട്ടോ. മൊബൈൽ ഷോപ്പിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. എന്താ വെച്ചാൽ എൻ്റെ മൊബൈൽ സ്റ്റോറേജ് ഫുള്ളായിട്ട് അത് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ നടക്കുന്ന വീഡിയോ മൊബൈൽ ഷോപ്പിലേക്ക് കാണിച്ചിട്ട് അതെല്ലാം കാണിച്ചിട്ട് വരുന്ന വീഡിയോ ഇത്രയില്ല. അടുത്ത വീഡിയോ വരുന്നത് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ബൈ ബൈ.